പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കള്ളക്കേസ് എടുക്കുന്നുവെന്നാരോപിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെ പനമരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പറഞ്ഞാണ് വെല്ലുവിളി. CI അഷറഫിന് തിരിച്ചടി കിട്ടുമെന്നും കെ റഫീഖ് ഭീഷണി മുഴക്കി. കാര്യങ്ങൾ അത്തരത്തിൽ കൂട്ടുനിന്ന അഷറഫിന് അതിന്റെ തിരിച്ചടി തീർച്ചയായും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അനുഭവിക്കുന്ന ഘട്ടമാണ് ഇനി വരാനിരിക്കുന്ന ഘട്ടം. അഷ്റഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഈ അനൂപിനും അതുപോലെ തന്നെ സുനിലിനും ഒക്കെ സൂക്കേട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിൽ ആ സൂക്കേട് ഞങ്ങൾ തീർത്തിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് CPIM ആണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ CPIMന്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇങ്ങനെയൊരു പരസ്യ വിമർശനത്തിന് വെല്ലുവിളിക്കുള്ള സാഹചര്യം? ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ച പശ്ചാത്തലം എന്താണ്? റിജിത്ത്, കഴിഞ്ഞ ദിവസം പനമരം പഞ്ചായത്തിന്റെ ഭരണം LDFന് നഷ്ടമായിരുന്നു. അതിന്റെ കാരണം JDSന്റെ പ്രതിനിധിയായിട്ടുള്ള ബെന്നി ചെറിയാൻ അദ്ദേഹം കൂറുമാറിയതായിരുന്നു. അദ്ദേഹം LDF വിട്ട് UDF മാറുന്ന ഘട്ടമുണ്ടാവുകയും പിന്നീട് വന്ന അവിശ്വാസം LDF പരാജയപ്പെടുന്നു. അങ്ങനെ LDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. ഇതിന് പിറകെ അവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതിൽ ബെന്നി ചെറിയാന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ ബെന്നി ചെറിയാൻ പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPIM പ്രവർത്തകർക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ മാർച്ചും ഒരു പൊതുയോഗവും ഇന്നലെ നടന്നത്. ആ വേളയിലാണ് ജില്ലാ സെക്രട്ടറി കെ റഫീഖിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. പനമരം CA ആയിട്ടുള്ള അഷ്റഫ്, അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സുനിൽ, അനൂപ് എന്നിവർ കരുതിയിരുന്നോ നിങ്ങൾ ഇത്തരത്തിൽ കള്ളക്കേസെടുക്കുകയാണ് എങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. CPIM നിരവധി സമരങ്ങൾ കണ്ട പാർട്ടിയാണ്. മാത്രമല്ല അനേകം കള്ളക്കേസുകൾ കൊടുക്കാനുള്ള ശ്രമങ്ങളെ ചേർത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിയുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കരുതിയിരിക്കണം, ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു സ്വരം, അത്തരത്തിലൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഈ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഇത്തരത്തിലാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ CPIM ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീജിത്ത്, ശരി. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.